കൊച്ചിയിലെ ബിനോയ് സ്റ്റാൻലി കൊലപാതകത്തിൽ പ്രതി അലൻ ജോസിന്റെ തെളിവെടുപ്പ് പൂർത്തിയായി. കൊലപാതകം നടന്ന കടയിലും അലന്റെ വീട്ടിലും കത്തി വാങ്ങിയ കടയിലും പോലീസ് തെളിവെടുപ്പ് നടത്തി. വൈകാതെ പ്രതിയെ തോപ്പുംപടി അസിസ്റ്റന്റ് സെഷൻസ് കോടതിയിൽ ഹാജരാക്കും. ബുധനാഴ്ച രാത്രി 7:45ഓടെയാണ് സൗദി സെന്റ് ആന്റണീസ് സ്കൂളിന് സമീപത്തെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനായ ബിനോയ് സ്റ്റാലിനിയെ പ്രതി അലൻ ജോസ് അതിക്രൂരമായി കുത്തിക്കൊന്നത്. പ്രാഥമിക ചോദ്യം ചെയ്യലിൽ ബിനോയിയോടുള്ള മുൻവൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പ്രതി അലൻ ജോസ് മൊഴി നൽകിയിരുന്നു. ബിനോയിയുടെ ഭാര്യ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്. ലഹരിക്കടിമയായിരുന്ന അലൻ ആശുപത്രിയിൽ ചികിത്സക്ക് പോകേണ്ടി വന്നത് ഇവർ കാരണമാണെന്ന് പ്രതി കരുതി. ഇതിന്റെ വൈരാഗ്യം ഇവരോടും കുടുംബത്തോടും ഉണ്ടായിരുന്നു. ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും മട്ടാഞ്ചേരി ACP മനോജ് കുമാർ പറഞ്ഞു. ബിനോയിയെ കൊല്ലുമെന്ന് അലൻ പലവട്ടം ഭീഷണി മുഴക്കിയിരുന്നു. ബിനോയ് ജോലി ചെയ്യുന്ന കടയിലെത്തിയാണ് അലൻ കൊലപാതകം നടത്തിയത്. സംഭവം നടക്കുമ്പോൾ പുറത്ത് നല്ല മഴയായതിനാൽ ബിനോയിയുടെ നിലവിളി ആരും കേട്ടില്ല. കടയുടെ പുറത്തേക്ക് രക്തം ഒഴുകി വന്നത് ശ്രദ്ധയിൽപ്പെട്ട വഴിയാത്രക്കാർ വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു. CCTVയിൽ നിന്ന് കൊലപാതക കൃത്യത്തിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചു. പ്രതിയുടെ ചിത്രം പോലീസ് ബുധനാഴ്ച രാത്രി തന്നെ പുറത്തുവിട്ടിരുന്നു. മട്ടാഞ്ചേരി അസിസ്റ്റന്റ് കമ്മീഷണർ KR മനോജിന്റെ മേൽനോട്ടത്തിൽ നടത്തിയ ഊർജിതമായ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ അത്തിപ്പൊഴി ഭാഗത്ത് നിന്ന് പോലീസ് പിടികൂടിയത്. കൈരളി ന്യൂസ്, കൊച്ചി.